ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. ഒമാൻ മത്തിയാണ്. അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി മസാല ഒക്കെ വരട്ടിയിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഊണാണ് സ്പെഷ്യൽ. ഊണിൻ്റെ കൂടെ മത്തി, പിന്നെന്താ, പിന്നെ മത്തിക്കറി ഉണ്ടാക്കണ്ട. അപ്പോൾ മത്തിക്കറി, മത്തി വറുത്തത്, ബീട്രൂട്ട്, ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് മീൻ നല്ലപോലെ മസാല വാറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് വേപ്പിലെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. കശ്മീരി ആണോ? നോർമലി മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കശ്മീരി ഉണ്ടല്ലേ, അപ്പോൾ കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കശ്മീരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട്, പിന്നെ കുറച്ച് ഉപ്പ്, വെള്ളം കൂടിയാ, കുറച്ച് വെള്ളം കൂടി മസാലയിൽ. അപ്പം ആരും ഇത് അനുകരിക്കരുത് കൂട്ടുകാരെ. കുഴപ്പമില്ല, വഴിയുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കശ്മീരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ. ഇടയ്ക്ക് കിട്ടാറുള്ളൂ ഇവിടെ. നല്ല ടേസ്റ്റിലും കഴിക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാണ്ട് മുളക് കറി. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചിയല്ലേ, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചെറുള്ളി അത് കട സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണില്ലേ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് പുളിവെള്ളം അല്ലേ, കോൽപ്പൊടി അല്ലേ, കുറച്ച് കോൽപ്പൊടിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം പ്രത്യേകിച്ചൊന്നുമില്ലല്ല. നല്ല പോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം അതുകൊണ്ട് കുറച്ച് കറി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മത്തി അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. മത്തി ഫ്രൈ ചെയ്തെടുത്താലോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വേപ്പിലേക്ക് കൊടുക്കാം. മീൻ കറി വെച്ചതിന് ചെറിയൊരു പീസ് എടുക്കാം. മത്തി വറുത്തതിന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് എല്ലാം കൂടി കുഴച്ച് അടിപൊളി രസം.